ചാലപ്പുറത്തുള്ള ഒരാൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ജസ്റ്റ് കോൾ ഞാൻ അവിടെ എത്തിയിരിക്കും. പിന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം, അയ്യൂബിനെ വിളിച്ചാൽ അയ്യൂബ് വിളിപ്പുറത്താണ്. ചാലപ്പുറം വാർഡിലെ UDF മുന്നണിയുമായുള്ള തർക്കത്തെ തുടർന്ന് അയ്യൂബ് ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകർ UDFിൽ നിന്നും രാജിവെച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ചാലപ്പുറം ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പോൾ ഈ മുന്നണിയോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണോ അപ്പോൾ ഈ പുതിയ സ്ഥാനാർത്ഥിത്വം? മുന്നണിയോടുള്ള പ്രതിഷേധമല്ല, നമ്മളെ പാർട്ടി നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. കാലങ്ങളായിട്ട് ഇവിടെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അത് സീറ്റ് നമ്മളോടൊന്നും അന്വേഷിക്കാതെ മറ്റൊരു ഘടകകക്ഷി കൊടുത്തുള്ള പ്രതിഷേധം. അപ്പോൾ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ഇപ്പോൾ ആളുകളിലുള്ള റെസ്പോൺസ് എന്താണ്? നല്ല റെസ്പോൺസാണ്. ഇന്നെ അറിയാത്തവരെ ആരുമില്ല. ഞാൻ 10 വർഷമായിട്ട് വാർഡിൻ്റെ കൺവീനറാണ്. വീടുകളൊക്കെ കയറി ഇറങ്ങി തുടങ്ങി. വീടുകളിൽ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇനി സെക്കൻഡ് റൗണ്ടാണ്. മൊബൈൽ ഫോൺ എന്നുള്ള ചിഹ്നത്തിലേക്ക് എങ്ങനെയാണ് അത്? ഞാൻ ചാലപ്പുറത്തുള്ള ഒരാൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ജസ്റ്റ് കോൾ ഞാൻ അവിടെ എത്തിയിരിക്കും. പിന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം, അയ്യൂബിനെ വിളിച്ചാൽ അയ്യൂബ് വിളിപ്പുറത്താണ്. ഞാൻ ഇപ്പം ഇവിടുത്തെ ഒരു 99% ആൾക്കാരും ഈ 10 കൊല്ലത്തെ കൺവീനർ പണി എന്ന നിലയിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത ആരും തന്നെ ചാലപ്പുറത്തില്ല. എൻ്റെ പേരറിയാത്ത ഒരു കുട്ടി ചാലപ്പുറത്തില്ല. ഈ ചിഹ്നത്തിലേക്ക് എന്താ വെച്ചാൽ നമുക്ക് വേറെ ഔദ്യോഗിക ചിഹ്നങ്ങളൊന്നും കിട്ടാനില്ല. പിന്നെ എന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്നത് ഒരാളതിനെ കൊണ്ട് 24 hours ഓൺ കോളിലുള്ള ഒരാളാണ് ഞാൻ. നമുക്ക് വർക്ക് ചെയ്യാൻ പുറമേ നിന്ന് ആരും വേണ്ട, നമ്മുടെ വാർഡിലുള്ള ഭാരവാഹികൾ തന്നെ ഉണ്ട്. മറ്റുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ അവർ ഹയർ ചെയ്ത ആൾക്കാരാണ്, വാടകയ്ക്ക് വാങ്ങി എടുത്തിട്ടുള്ള ആളുകളാണ് അവർ പോകുന്നത്. പ്രത്യേകിച്ച് അവരുടെ ബാങ്ക് സ്റ്റാഫ് മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ പ്രദേശത്തിൽ ആരുമില്ല അവിടെ. പക്ഷേ ഒരാൾക്കൂട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, പുറമേ നിന്നാണ്. അങ്ങനത്തെ ഒരു ഗതികേട് അങ്ങനത്തെ വന്നില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും നമ്മുടെ വാർഡിലെയും അതേമാതിരി തന്നെ നമ്മുടെ ചാലപ്പുറം മണ്ഡലത്തിലെയും മുഴുവൻ ഭാരവാഹികളും. അതുകൊണ്ട് 10 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. ആ സമ്പത്ത് വെച്ച് മാത്രം മതി നമുക്ക് ജനങ്ങളെ കാണിക്കാൻ. കാരണം ഒരു വിളിച്ചാൽ ആരെത്തും? അയ്യൂബ് എത്തും. വിജയം ഉറപ്പാണോ? തീർച്ചയായിട്ടും 100%. വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയോട്, കാരണം 3 കക്ഷികളുണ്ട് അവിടെ, അവരോട് നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് ആർജവും കിട്ടിയിട്ടുണ്ട്. ചരിത്രം മാറ്റിയെഴുതുമ്പോഴത്തേനും ചാലപ്പുറത്തിൻ്റെ ചരിത്രം താളുകളുള്ളതാണ്. അതിൻ്റെ വേറൊരു പുതിയ അധ്യായം ഞാൻ തുറക്കപ്പെടുക തന്നെ ചെയ്യും. ചാലപ്പുറത്തുകാർ ചരിത്രം മാറ്റിയെഴുതുമെന്ന പ്രതീക്ഷയിലാണ് അയ്യൂബ് ഉള്ളത്. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഷബീർ കല്ലീലിനൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1, കോഴിക്കോട്.